സേ പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഈ വീഡിയോ കാണുമ്പോൾ ഉറപ്പായിട്ടും ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം പുത്തനായിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ പരീക്ഷയുടെ ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നതായിരിക്കും ചാനലിൽ. അന്നേരം +1 +2 സേ എഴുതുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനിയും ഇപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 4 മാസം കൂടി. ഈ 4 മാസം നിങ്ങളൊരു 100 ദിവസം ഒന്ന് കൂട്ടുക. 100 ദിവസം നിങ്ങളൊരു മിനിമം 1-2 മണിക്കൂർ, ഇനി 2 മണിക്കൂർ വെച്ച് നിങ്ങൾ എത്ര ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും ഒരു 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുക. കാരണം പാറ്റേണൊക്കെ മാറിയ സ്ഥിതിക്ക് നമ്മൾ നന്നായിട്ട് പഠിച്ചാലേ നമുക്കൊരു ഡബിൾ പാസ് മാർക്കുള്ള ഈസി ആയിട്ട് കിട്ടും. അത് ഈ വർഷം. അടുത്ത വർഷം സിലബസ് മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം പാളി. സിലബസ് മാറുമെന്നുള്ളത് 99% ഷുവറാണ്. അന്നേരം അതായിക്കഴിഞ്ഞാൽ പാളി. അന്നേരം എല്ലാം സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും നിങ്ങളൊരു ആ രീതിയിൽ പഠിച്ച് ഒരു ഈസി ആയിട്ട് പഠിക്കുന്ന രീതി വേണം. നമ്മൾ എല്ലാം പഠിച്ചു തീർക്കാനൊന്നും നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല. അത് നമുക്ക് അതിനകത്തുനിന്ന് വളരെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക. എന്തായാലും പുത്തൻ ഓൺലൈൻ ബാച്ചസ് നമ്മൾ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാവുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പരാജയം എന്നുള്ളത് ഉറപ്പായിട്ടും ഇപ്പോൾ 2015 എഴുതിയോ 18 എഴുതിയോ 20 എഴുതിയ കുട്ടികൾക്കാണെങ്കിൽ പോലും ഈസി ആയിട്ട് എഴുതിയെടുക്കുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകളൊക്കെയാണ്. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് കൃത്യമായിട്ട് കൊടുക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. ആദ്യമുള്ള ഫുള്ള് ക്ലാസ് കിട്ടും. ഈസി ആയിട്ട് ജയിക്കാം. നെവർ എവർ ഗിവ് അപ്പ്.